നമസ്കാരം. മോദി ഗ്യാരണ്ടിക്ക് പകരം കേജ്രിവാൾ ഗ്യാരണ്ടിയുമായി ഡൽഹി മുഖ്യമന്ത്രിയുടെ പ്രചാരണം തുടരുകയാണ്. തൊഴിലും വിദ്യാഭ്യാസവും വൈദ്യുതിയും ഉൾപ്പെടെ വാഗ്ദാനങ്ങൾ. അഗ്നിവീർ പദ്ധതി ഇല്ലാതാക്കും, ചൈന കൈവശപ്പെടുത്തിയ ഭൂമി തിരികെ പിടിക്കും, വിലക്കയറ്റം പിടിച്ചു നിർത്തുമെന്ന് തുടങ്ങി 10 ഗ്യാരണ്ടികളാണ് വാഗ്ദാനങ്ങൾ. RMP കേന്ദ്ര കമ്മിറ്റി അംഗം KS ഹരിഹരൻ നടത്തിയ സ്ത്രീവിരുദ്ധ പരാമർശം, അതിന്റെ പ്രതികരണങ്ങൾ ഇന്ന് വാർത്തയിൽ മുഖ്യ ഇടം നേടി. പ്രസ്താവനയെ തള്ളി കോൺഗ്രസും RMPയും എത്തുമ്പോൾ നിയമ നടപടിക്കൊരുങ്ങുകയാണ് DYFI. സംസ്ഥാനത്ത് 5 ജില്ലകളിൽ വേനൽ മഴ മുന്നറിയിപ്പ്. ഇപ്പോൾ വിവിധയിടങ്ങളിൽ മഴ പെയ്യുന്നതായി റിപ്പോർട്ടുകൾ വരുന്നുമുണ്ട്. ഇന്ന് സംഭവിച്ചതിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മോദി ഗ്യാരണ്ടിക്ക് ബദലായി കേജ്രിവാൾ ഗ്യാരണ്ടിയുമായി ആം ആദ്മി പാർട്ടി. ആദ്യം നമ്മൾ പോകുന്നത് ആ വാർത്തയിലേക്കാണ്. 10 വാഗ്ദാനങ്ങളാണ് പാർട്ടി അധ്യക്ഷനും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ മുന്നോട്ട് വച്ചത്. ചൈനയുടെ കയ്യിൽ നിന്ന് ഇന്ത്യയുടെ ഭൂമി തിരിച്ചുപിടിക്കുമെന്നതടക്കമാണ് പ്രഖ്യാപനങ്ങൾ. കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുമെന്ന മോദി ഗ്യാരണ്ടി പാഴ്വാക്കായെന്ന് അരവിന്ദ് കെജ്രിവാൾ പരിഹസിച്ചു. सबसे पहली गारंटी है देश के अंदर 24 घंटे बिजली का इंतजाम करेंगे. उसके हर बच्चे को अच्छी शिक्षा का इंतजाम न कर दिया जाए. पूरे देश में कोने कोने में, हर गांव में, हर मोहल्ले में मोहल्ला क्लिनिक खोला जाएगा. शानदार डिस्ट्रिक्ट हॉस्पिटल जितने उनको मल्टी स्पेशलिटी बना के मोदी जी ने गारंटी दी थी 15 लाख रुपए हर एक के अकाउंट में जमा कराएंगे. वो उन्होंने नहीं कराए. हर साल 2 करोड़ रोजगार तैयार किए जाएंगे. वो उन्होंने नहीं किए. स्वामीनाथन रिपोर्ट लागू करके उसके हिसाब से किसानों को फसलों के दाम दिए जाएंगे. उन्होंने प्रधानमंत्री बनने के बाद इसको खारिज कर दिया कि मैं नहीं करूंगा. അതിനിടെ നരേന്ദ്രമോദി അടുത്ത വർഷം വിരമിക്കുമെന്ന് ആവർത്തിച്ച് അരവിന്ദ് കെജ്രിവാൾ വീണ്ടും രംഗത്തെത്തുന്നു. BJPയിലെ നേതാക്കൾക്ക് പ്രായപരിധി കൊണ്ടുവന്നത് നരേന്ദ്രമോദിയാണ്. സ്വന്തം കാര്യത്തിൽ പക്ഷേ ഈ നിയമം ബാധകമല്ലെങ്കിൽ മോദി തന്നെ അത് വ്യക്തമാക്കണമെന്നും അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു. उस नियम के आधार पे आडवाणी जी को रिटायर किया गया, मुरली मनोहर जोशी जी को रिटायर किया गया, सुमित्रा महाजन जी को रिटायर किया गया, यशवंत सिन्हा जी को रिटायर किया गया, रीता बहुगुणा जोशी जी को रिटायर किया गया, संतोष गंगवार जी को कई लोगों को रिटायर किया गया, यशवंत सिन्हा जी को रिटायर किया गया. जिस नियम में आडवाणी जी रिटायर हुए, मैं उस नियम पे अपने ऊपर नहीं, या तो प्रधानमंत्री जी कह दें कि वो नियम अब मेरे ऊपर लागू नहीं होगा, आडवाणी जी के लिए बनाया था वो, या तो वो कह दें. लेकिन അച്യുതൻ വിശദാംശങ്ങളുമായി. അച്യുതൻ, ആദ്യം കേജ്രിവാൾ ഗ്യാരണ്ടിയുടെ വിശദാംശങ്ങളിലേക്ക് പോകാം. ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നാൽ എന്തൊക്കെ നടപ്പാക്കുമെന്നത് അത് ഇതുവരെ ഇന്ത്യ സഖ്യത്തിലെ മറ്റു കക്ഷികളുമായി ചർച്ച ചെയ്തിട്ടില്ല. പക്ഷേ അവർക്കിതിൽ എതിർപ്പുണ്ടാകില്ല എന്ന് കരുതുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ 10 ഗ്യാരണ്ടികൾ അദ്ദേഹം പറയുന്നത്. അതിൽ മോദി ഗ്യാരണ്ടി, ഇതിനു മുൻപ് നരേന്ദ്രമോദി നൽകിയ വാഗ്ദാനങ്ങൾ എല്ലാം പാഴ്വാക്കായി പോയി പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടുള്ള താരതമ്യത്തിലൂടെയാണ് അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുന്നത്. എന്താണ് കേജ്രിവാൾ ഗ്യാരണ്ടി? അനുജ, പ്രധാനമായിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി, അതിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് ഈ കേജ്രിവാൾ തന്റെ ഗ്യാരണ്ടികൾ അവതരിപ്പിച്ചത്. 15 ലക്ഷം ഓരോ ഇന്ത്യക്കാരൻ്റെയും അക്കൗണ്ടുകളിൽ വരുമെന്ന് മോദി പറഞ്ഞിരുന്നു. പക്ഷേ അത് നടപ്പിലാക്കിയിട്ടില്ല. 2 കോടി തൊഴിലവസരം നൽകുമെന്ന് പറഞ്ഞെങ്കിലും അതും രാജ്യത്തുണ്ടായിട്ടില്ല. വിലക്കയറ്റം അതിരൂക്ഷമാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ മോദിക്കെതിരെ വിമർശനമായി ഉന്നയിച്ചു. അതിനുശേഷമാണ് ഈ 10 ഗ്യാരണ്ടികൾ അവതരിപ്പിക്കുന്നത്. അതിൽ ഒന്നാമതായി പറഞ്ഞത് 24 മണിക്കൂറും വൈദ്യുതി ഏർപ്പെടുത്തും. അതിൽ ദരിദ്രർക്ക് പൂർണ്ണമായും സൗജന്യ വൈദ്യുതി എത്തിക്കുമെന്നുള്ളതാണ് ഒന്നാമതായി പറഞ്ഞത്. രണ്ടാമതായി വിദ്യാഭ്യാസ രംഗമാണ്. എല്ലാ കുട്ടികൾക്കും നല്ല വിദ്യാഭ്യാസം ഏർപ്പെടുത്തും. ഗ്രാമങ്ങളിൽ അത് കൃത്യമായി എത്തിക്കുവാനുള്ള പല പ്രവർത്തനങ്ങളും നടത്തുമെന്ന് പറഞ്ഞു. മൂന്നാമതായി പറഞ്ഞത് ആരോഗ്യരംഗമാണ്. നല്ല ചികിത്സ ഉറപ്പാക്കുന്നതിന് ഗ്രാമങ്ങൾ തോറും മൊഹല്ല ക്ലിനിക്കുകൾ ആരംഭിക്കും എന്നുള്ളതും ജില്ലാ ആശുപത്രികളെ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികളാക്കി മാറ്റുമെന്നടക്കമുള്ള പ്രഖ്യാപനങ്ങൾ ആരോഗ്യരംഗവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം പറഞ്ഞത് ഈ അഗ്നിവീർ പദ്ധതി സംബന്ധിച്ച കാര്യങ്ങളാണ്. അത് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന അഗ്നിവീർ പദ്ധതി അത് നിർത്തലാക്കും. നിലവിലുള്ള ആ അഗ്നിവീർ പദ്ധതിയിലൂടെ അതിലൂടെ ജോലിയിൽ പ്രവേശിച്ച സൈനികർക്ക് അവരെ സ്ഥിരപ്പെടുത്തും. മാത്രമല്ല ചൈന കൈക്കലാക്കിയ ഭൂമി അത് തിരിച്ചു പിടിക്കും. GST നയങ്ങളിൽ പരിഷ്കരണം കൊണ്ടുവരും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഡൽഹിക്ക് സമ്പൂർണ്ണ
സംസ്ഥാന പദവി ഏർപ്പെടുത്തും. അഴിമതിക്കെതിരെ കർശന നടപടി കൊണ്ടുവരും. BJPയുടെ വാഷിംഗ് മെഷീൻ അത് നിർത്തലാക്കും എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ 10 ഗ്യാരണ്ടികളിലൂടെ കേജ്രിവാൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതിനുശേഷം മറ്റൊന്ന് ഇന്നലെ ഉന്നയിച്ചതിന്റെ ബാക്കിയായി, അതായത് നരേന്ദ്രമോദിയാണ് പ്രായപരിധിയുമായി ബന്ധപ്പെട്ട കാര്യം. അത് ഇന്നലെ തന്നെ അമിത്ഷായുടെ ഭാഗത്തു നിന്നൊരു പ്രതികരണം ഉണ്ടായിരുന്നു. ആ തരത്തിലേക്ക് BJPയിൽ പോലും ഒരു വേവലാതി ഉണ്ടാക്കുന്ന വിധമായിരുന്നു ഇന്നലെ അരവിന്ദ് കെജ്രിവാൾ ഈ വിഷയം ഉന്നയിച്ചത്. ഇതിനു മുൻപ് ഒരുപക്ഷെ ഇന്ത്യ സഖ്യത്തിലൊന്നും ആരും ഉന്നയിക്കാത്തൊരു വിഷയം അദ്ദേഹം കൊണ്ടുവരുന്നു. ഇന്നിപ്പോൾ അതിൽ തുടർ പ്രതികരണങ്ങൾ നമ്മൾ കാണുന്നത് യശ്വന്ത് സിൻഹയൊക്കെ പറയുന്നുണ്ട്, നേതാവിന് പ്രായപരിധിയൊന്നും ബാധകമല്ല എന്ന് ബോധ്യമായി എന്ന പരിഹാസം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്നത് നമ്മൾ കണ്ടു. BJP ആകട്ടെ തങ്ങളുടെ നേതാക്കൾക്ക് ഇത്തരം ആരോപണങ്ങളെ പ്രതിരോധിക്കണമെന്ന ശക്തമായ നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുന്നു. അതായത് ഇങ്ങനെ ഒരു പരാമർശം അദ്ദേഹം അതിൽ മുറുകെ പിടിച്ചിരിക്കുകയാണ്. ഇന്നലെ അമിത്ഷാ പറഞ്ഞതിനെ വകവയ്ക്കുന്നില്ല അരവിന്ദ് കെജ്രിവാൾ. അദ്ദേഹം ഇന്നലെ പറഞ്ഞതെന്തോ അതിൽ ഉറച്ചു നിൽക്കുകയാണ്. ഒരുപക്ഷെ നരേന്ദ്രമോദിയെ കൊണ്ടുകൂടി ഇതിന് മറുപടി പറയിപ്പിക്കുക എന്നതാണോ അദ്ദേഹത്തിന്റെ ലക്ഷ്യം? അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റ് പ്രതിപക്ഷ പാർട്ടികളൊന്നും ഉന്നയിക്കാത്ത ഒരു ആരോപണമാണ് കേജ്രിവാൾ ഇന്നലെ ഈ മാധ്യമങ്ങളെ കണ്ട സമയത്ത് തന്നെ ഉന്നയിച്ചത്. അത് ഈ പ്രായപരിധി സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇന്നും അത് ആവർത്തിക്കുകയാണ് ഉണ്ടായത്. അതായത് ഈ പാർട്ടിക്കുള്ളിൽ പ്രായപരിധി കൊണ്ടുവന്നത് നരേന്ദ്രമോദിയാണ്. അതിലൂടെ പല മുതിർന്ന നേതാക്കളെയും വിരമിപ്പിച്ചതും നരേന്ദ്രമോദിയാണ്. പക്ഷെ അത് നരേന്ദ്രമോദിക്ക് ബാധകമല്ലേ എന്നുള്ള ഒരു ചോദ്യമാണ് കേജ്രിവാൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഇനി ബാധകമല്ലെങ്കിൽ അത് മോദി തന്നെ സ്ഥിരീകരിക്കട്ടെ എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. പല BJPയുടെ നേതാക്കളും മറുപടി നൽകുന്നുണ്ടെങ്കിലും ഈ യോഗി ആദിത്യനാഥിന്റെ കാര്യത്തിൽ ഒരു മറുപടിയും പറയുന്നില്ല എന്നുള്ളതും ഈ കേജ്രിവാൾ ഉന്നയിച്ചതിൽ ഏറ്റവും ശ്രദ്ധേയമായുള്ള കാര്യമാണ്. കാരണം പല നേതാക്കളുടെ പേരുകൾ എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെ കേജ്രിവാൾ ഈ ആരോപണം മുന്നോട്ട് വയ്ക്കുകയാണ് ഉണ്ടായത്. BJPക്ക് അകത്ത് പോലും പല രീതിയിലുള്ള ചർച്ചകളിലേക്ക് വഴിവെക്കുന്ന തരത്തിലേക്കുള്ള ആരോപണമാണ് കേജ്രിവാൾ ഇന്നലെ ഉന്നയിച്ചത്. അത് ഇന്നും വീണ്ടും കേജ്രിവാൾ ആവർത്തിക്കുകയാണ്. അങ്ങനെ BJPക്കെതിരെ ശക്തമായ പ്രതിരോധം, BJPക്കുള്ളിൽ തന്നെ ഒരു പ്രതിരോധം സൃഷ്ടിച്ചുകൊണ്ടാണ് കേജ്രിവാൾ പ്രസ്താവനകൾ നിരത്തിയിരിക്കുന്നത്. ഈ വരുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലും അത് വീണ്ടും ആവർത്തിക്കുമെന്നതിൽ യാതൊരു സംശയമില്ല. കാരണം അത് കൃത്യമായി പലയിടങ്ങളിലും പ്രചാരണം എത്തി എന്നതിൻ്റെ ഒരു സൂചന കൂടിയാണ്. പല നേതാക്കളും ഈ ഒരു പ്രതികരണത്തിന്മേൽ അതിനൊരു പ്രതികരണം മറുവാദം എന്ന നിലയിൽ ഉന്നയിക്കേണ്ട ഒരു സാഹചര്യം ഉടലെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് കൃത്യമായി വീണ്ടും ആവർത്തിക്കാൻ തന്നെയാണ് കേജ്രിവാളിന്റെയും തീരുമാനം. മോദി ഗ്യാരണ്ടിക്ക് ബദലായാണ് കേജ്രിവാൾ ഗ്യാരണ്ടി. 10 ഗ്യാരണ്ടിയാണ്. ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നാൽ എന്തെല്ലാം നടപ്പാക്കും എന്നുള്ള തരത്തിലേക്ക് അരവിന്ദ് കെജ്രിവാൾ ഇന്ന് അവതരിപ്പിച്ചു. ഒപ്പം തന്നെ പ്രായപരിധിയുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദിക്കെതിരായ വിമർശനം അദ്ദേഹം തുടരുകയും ചെയ്യുന്നു. അടുത്ത പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. 4ാം ഘട്ട വിധിയെഴുത്ത് നാളെ. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. Plaza Premium Gold, the universe's finest ice cream. in association with DuraShine Roof and Wall Sheets. ഒരു ടാറ്റ ബ്ലൂസ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. ACCA CMA CA പഠിച്ച് ജയിക്കാനുള്ള ശരിയായ മാർഗം. എലാൻസ് 0% പണിക്കൂലി, 100% സന്തോഷം. അൽ മുക്തദിർ ജ്വല്ലറി ഗ്രൂപ്പ് ഇന്ത്യ UAE. MGM ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് 4ാം ഘട്ട വോട്ടെടുപ്പ് നാളെ. 10 സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തുമായി 96 മണ്ഡലങ്ങളിൽ ജനം വിധിയെഴുതും. നേതാക്കളുടെ ആരോപണ പ്രത്യാരോപണങ്ങൾ തുടരുകയാണ്. ആദ്യ 3 ഘട്ടങ്ങളിൽ രേഖപ്പെടുത്തിയ വോട്ടുകളുടെ എണ്ണം കൃത്യമായി പുറത്തുവിടാത്തതിനെതിരെ മാധ്യമപ്രവർത്തകരുടെ സംഘടനകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ചു. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായി. ബൽറാം, 2 കാര്യങ്ങൾ. നാളെ നടക്കാനിരിക്കുന്ന 4ാം ഘട്ട തെരഞ്ഞെടുപ്പ്, അതിൽ അഖിലേഷ് യാദവ്, മൗവ മൊയ്ത്ര ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ മത്സരിക്കുന്നുണ്ട്. എന്തൊക്കെ പ്രധാനമായി പ്രചരണ വിഷയമായി നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ഇടങ്ങളിലെല്ലാം? മറ്റൊന്ന്, തെരഞ്ഞെടുപ്പ് കമ്മീഷന് പ്രതിഷേധം അറിയിച്ചുകൊണ്ടുള്ള വിവിധ സംഘടനകളുടെ കത്ത്. അതിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കണ്ടതാണ് ഒരു കൃത്യമായ കണക്ക് പുറത്തുവിടുന്നില്ല എന്നുള്ള ആരോപണം. അത് പോൾ പെർസെൻറ്റേജ് കുറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് കൃത്യമായ കണക്ക് പുറത്തുവിടുന്നില്ല എന്നുള്ള ആരോപണം, വാർത്താ സമ്മേളനം നടത്തുന്നില്ല എന്നുള്ള ആരോപണം?
അനുജ, നാളെ നടക്കാൻ പോകുന്ന 4ാം ഘട്ട തെരഞ്ഞെടുപ്പ് എന്നുള്ളത് ഏറെ നിർണായകമാണ്. നാളത്തോടുകൂടി തന്നെ 7 ഘട്ടങ്ങളുള്ള ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പകുതി പിന്നിടുകയാണ്. പ്രധാനമായും ആന്ധ്ര, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിലെ ഈ 2 സംസ്ഥാനങ്ങളിലുമായി 42 മണ്ഡലങ്ങൾ അടക്കമാണ് 96 മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. BJPയും കോൺഗ്രസും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒട്ടേറെ മണ്ഡലങ്ങളുണ്ട്. കോൺഗ്രസ് പ്രധാനമായും തങ്ങളുടെ പ്രകടന പത്രിക മുൻനിർത്തി തന്നെയാണ് വോട്ട് തേടിയത്. BJPയുടെ പ്രചരണം കോൺഗ്രസ് പ്രകടന പത്രിക തന്നെ മുൻനിർത്തിയാണ് എന്നുള്ളതാണ്. എന്നാൽ അതിനെ വിമർശിച്ചുകൊണ്ട്, അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ടായിരുന്നു BJP നേതാക്കളുടെ പ്രചരണം, പ്രധാനമന്ത്രി അടക്കമുള്ള നേതാക്കളുടെ പ്രചരണം. അത് ഒട്ടേറെ വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും വഴിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അത്യന്തം വാശിയേറിയ ഒരു പ്രചരണം കൂടിയാണ് 4ാം ഘട്ടത്തിൽ കണ്ടത്. തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ എല്ലാം തന്നെ പൂർത്തിയായിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും അനുജ സൂചിപ്പിച്ച പോലെ തന്നെ അഖിലേഷ് യാദവ്, മഹുവ മൊയ്ത്ര, കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ്, കേന്ദ്രമന്ത്രി അർജുൻ മുണ്ട അടക്കമുള്ള നിരവധി പ്രമുഖർ 4ാം ഘട്ടത്തിൽ ജനവിധി തേടുന്നുണ്ട്. അതേസമയം ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ പകുതിയിലേക്ക് പിന്നിടുന്ന ഘട്ടത്തിലും തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും വിമർശനങ്ങൾ ഉയരുന്നു എന്നുള്ളതാണ്. അതിൽ ഏറ്റവും ശ്രദ്ധേയം ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ 2 ഘട്ടങ്ങളുടെ വോട്ടിംഗ് ശതമാനം ദിവസങ്ങൾ പിന്നിട്ട ശേഷമാണ് പ്രഖ്യാപിച്ചത്. അതിൽ സംശയങ്ങൾ പല പ്രതിപക്ഷ പാർട്ടികളും പ്രകടിപ്പിച്ചിരുന്നു. തുടർന്ന് എങ്കിൽ പോലും ആകെ വോട്ടുകൾ എത്ര പേർ ഇതുവരെ പോൾ ചെയ്തു എന്ന കണക്ക് ലഭ്യമാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെയും തയ്യാറായിട്ടില്ല. ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ സഖ്യകക്ഷി നേതാക്കൾക്ക് അയച്ച തുറന്ന കത്ത്, അതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ട് നേരിട്ട് മല്ലികാർജുൻ ഖാർഗെയെ കടുത്ത ഭാഷയിൽ വിമർശിക്കുകയും അദ്ദേഹത്തിനെ താക്കീത് ചെയ്യുകയും ചെയ്യുന്നു. അതിന് മറുപടിയായി മല്ലികാർജുൻ ഖാർഗെ ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തെഴുതുന്നു. ഈ വിവാദങ്ങൾ നിലനിൽക്കുന്നതിനിടെയാണ് രാജ്യത്തെ മാധ്യമപ്രവർത്തകരുടെ 4 സംഘടനകൾ ഈ വിഷയത്തിൽ ഇടപെടുകയും 3 ഘട്ട തെരഞ്ഞെടുപ്പ് നടന്ന ശേഷവും ഈ കണക്കുകൾ വാർത്താ സമ്മേളനം വിളിച്ച് വെളിപ്പെടുത്താത്തത് അത് ഒരു പുതിയ നടപടി ആണ് എന്നും, മുൻകാലങ്ങളിൽ എല്ലാം തന്നെ കൃത്യമായ കണക്കുകൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ദിവസം വൈകിട്ടോ അടുത്ത ദിവസമോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലഭ്യമാക്കാറുണ്ടായിരുന്നു എന്നും, സുതാര്യത ഇല്ലാത്ത ഇതുവരെയും മുഴുവൻ കണക്കുകളും ലഭ്യമാക്കാത്തത് ചില സംശയങ്ങൾക്ക് വഴിവെക്കുന്നു എന്നും, അതുകൊണ്ട് തന്നെ വാർത്താ സമ്മേളനം വിളിച്ച് അതത് ദിവസങ്ങളിൽ എത്ര വോട്ട് ഇതുവരെ പോൾ ചെയ്തു, എത്ര പേർ തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗപ്പെടുത്തി എന്നതടക്കമുള്ള കണക്കുകൾ പുറത്തുവിടണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രസ് ക്ലബ് ഓഫ് ഇന്ത്യ അടക്കമുള്ള ഫോറിൻ കറസ്പോണ്ടൻസ് ക്ലബ്ബ്, ഡൽഹി ജേർണലിസ്റ്റ് യൂണിയൻ അടക്കമുള്ള 4 സംഘടനകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകിയിരിക്കുന്നത്. പ്രചരണം ഇന്നും വളരെ തീവ്രമായി തന്നെ പുരോഗമിക്കുകയാണ്. ബംഗാൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രചരണം. അതേസമയം ഉത്തർപ്രദേശിലെ റായ്ബറേലി അടക്കമുള്ള 3 ഇടങ്ങളിലാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് പ്രചരണം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ 4ാം ഘട്ട വോട്ടെടുപ്പാണ് നാളെ നടക്കാനിരിക്കുന്നത്. 3 ഘട്ടം കഴിഞ്ഞിട്ടും കൃത്യമായ ഒരു പോൾ പെർസെന്റേജ് അത് എത്ര, അതിന്റെ കണക്കുകൾ വിശദമായി പുറത്തുവിടാത്തതിനെതിരെയാണ് ഇപ്പോൾ വിവിധ മാധ്യമ സംഘടനകൾ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രംഗത്തെത്തിയത്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക്. RMP നേതാവ് KS ഹരിഹരന്റെ സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ വ്യാപക വിമർശനം. അധിക്ഷേപ പരാമർശം RMPയുടെ നിലപാടിന് വിരുദ്ധമെന്ന് KK രമ MLA പ്രതികരിച്ചു. KS ഹരിഹരൻ തെറ്റ് മനസ്സിലാക്കിയെന്ന് കരുതുന്നുവെന്ന് KK രമ പറഞ്ഞു. CPMന്റെ വർഗീയ പരാമർശത്തിനെതിരെ വടകരയിൽ നടന്ന പൊതുപരിപാടിയിൽ RMP നേതാവ് സഖാവ് KS ഹരിഹരൻ്റെ ഭാഗത്തു നിന്ന് വന്ന ഒരു തെറ്റായ പരാമർശം, സ്ത്രീവിരുദ്ധമായ ഒരു പരാമർശം, അത് തീർത്തും തെറ്റാണ്. അതിനെ അങ്ങേയറ്റം തള്ളിപ്പറയുകയാണ്. അത് ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ് എന്ന് തന്നെയാണ് RMPയുടെ അഭിപ്രായം. ഇത്തരം വിഷയങ്ങൾ, ഇത്തരം പരാമർശങ്ങൾ അത് ഏത് വ്യക്തിയുടെ ഭാഗത്തു നിന്ന് വന്നാലും സ്ത്രീകൾക്കെതിരെയുള്ള പരാമർശങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. പ്രസ്താവന തള്ളി കോൺഗ്രസും രംഗത്തെത്തി. പൊതുവേദിയിൽ മാത്രമല്ല സ്വകാര്യ സംഭാഷണത്തിൽ പോലും പാടില്ലാത്ത പരാമർശമാണ് KS ഹരിഹരനിൽ നിന്നുണ്ടായതെന്ന് UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ പറഞ്ഞു. ഇത് തെറ്റാണ്, സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അതിൽ ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ വ്യക്തമാക്കുകയാണ്. അവരുടെ പാർട്ടി അതിനകത്തൊരു നിലപാടെടുത്തു. പാർട്ടി അദ്ദേഹവുമായി സംസാരിച്ചു. അദ്ദേഹം നിർവ്യാജം ഖേദം രേഖപ്പെടുത്തി. അവരുടെ പാർട്ടി നേതൃത്വം ഒരു പാർട്ടി എന്നുള്ള നിലക്ക് അത് കൂടുതൽ ചർച്ച ചെയ്യുമെന്നുള്ളതും സംഘടനാപരമായ ആ വിഷയം അവർ ചർച്ച ചെയ്യുന്നുള്ളതും ഉൾപ്പെടെ പറഞ്ഞു. പ്രസംഗത്തിൽ മാത്രമല്ല, ഒരു സ്വകാര്യ സംഭാഷണത്തിൽ പോലും പറയാൻ പാടില്ലാത്ത വാക്കുകളാണ് അവിടെ ഉപയോഗിച്ചത്. അതിനൊരു ജസ്റ്റിഫിക്കേഷൻ ഇല്ല.
നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഡിവൈഎഫ്ഐ വ്യക്തമാക്കി. മിഥില ബാലൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി. മിഥില, ഇതിലിപ്പോൾ തള്ളിപ്പറയുന്നുണ്ട് RMPയും കോൺഗ്രസും ഒക്കെ, നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുന്നുണ്ട് ഹരിഹരൻ. ഇതൊക്കെയാണെങ്കിൽ പോലും ഈ പരാമർശം അത്യന്തം നിർഭാഗ്യകരമാണ്, അങ്ങേയറ്റം സ്ത്രീവിരുദ്ധമാണ്. അതുണ്ടായൊരു സാഹചര്യം കൂടിയുണ്ട്. ഇന്നലെ ഒരു വിശദീകരണ യോഗത്തിൽ ഇത്തരമൊരു പരാമർശം നടത്തി എന്നുള്ളത് തീർച്ചയായും UDFനെ അങ്ങേയറ്റം പ്രതിരോധത്തിലാക്കുന്ന ഒന്നല്ലേ? മറ്റൊന്ന്, ഇതിൽ ഏത് തരത്തിലേക്കാണ് CPIഎമ്മിന്റെ പ്രതികരണം വരുന്നത്? ഡിവൈഎഫ്ഐ നിയമ നടപടിയിലേക്ക് പോകുന്നു. CPIഎമ്മിന്റെ ഭാഗത്തുനിന്ന് മുതിർന്ന നേതാക്കളുടെ പ്രതികരണം വന്നിട്ടുണ്ടോ? അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ അത്യന്തം ദൗർഭാഗ്യകരമായ ഒരു പരാമർശം അല്ലെങ്കിൽ പ്രതിഷേധാർഹമായ ഒരു പരാമർശം തന്നെയാണ് ഇന്നലെ KS ഹരിഹരൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഒരു വിശദീകരണ യോഗത്തിൽ, അതായത് CPM വർഗീയതയ്ക്കെതിരെ ജനകീയ ക്യാമ്പയിൻ എന്ന രീതിയിൽ നടത്തിയ ഒരു വിശദീകരണ യോഗത്തിലാണ് ഇത്തരമൊരു പരാമർശം നടത്തിയത്. അത് ആ പരിപാടിയുടെ ഉദ്ഘാടകനായ VD സതീഷിനെയും ഒപ്പം തന്നെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിൻ്റെയും സാന്നിധ്യത്തിൽ തന്നെയായിരുന്നു ആ ഒരു പരാമർശം. ഈ പരാമർശം വിവാദമായതിന് തൊട്ടു പിന്നാലെയായിരുന്നു ഫേസ്ബുക്കിലൂടെ ഖേദം പ്രകടിപ്പിച്ചത്. എന്നാൽ ഈ ഖേദം പ്രകടനത്തിൽ ഒതുങ്ങി നിന്നില്ല കാര്യങ്ങൾ. RMPയും ഒപ്പം തന്നെ കോൺഗ്രസും തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും വലിയ രീതിയിൽ ആ ഒരു പരാമർശം വിവാദമാവുകയാണ്. നിലവിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നാണ് DYFI അറിയിച്ചിട്ടുള്ളത്. CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി 5 മണിയോടെ മാധ്യമങ്ങളെ കാണും. അതിൽ CPMന്റെ നിലപാട് അദ്ദേഹം വ്യക്തമാക്കും. എന്തുതന്നെയായാലും നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് CPMന്റെ തീരുമാനം. വടകര റൂറൽ SP പരാതി നൽകും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തുതന്നെയായാലും എന്താണ് അക്കാര്യത്തിൽ CPM സ്വീകരിക്കാൻ പോകുന്ന നിലപാടെന്നത് 5 മണിയോടെ നമുക്ക് അറിയാൻ കഴിയും. സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു തരത്തിൽ പോലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു പരാമർശമാണ് RMPയുടെ മുതിർന്ന നേതാവ്, അതായത് കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ KS ഹരിഹരൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. പരാമർശമുണ്ടായി, തൊട്ടു പിന്നാലെ തന്നെ മാപ്പ് പറഞ്ഞു. രമ പറഞ്ഞ ഒരു കാര്യം അദ്ദേഹത്തിന് തെറ്റു മനസ്സിലായതുകൊണ്ടാണ് അദ്ദേഹം മാപ്പ് പറഞ്ഞത്. എന്നിരുന്നാൽ പോലും ഇപ്പോൾ വീണ്ടും അത് ഇത്തരത്തിൽ ചർച്ചയാക്കുന്നത് CPM ഒരു രാഷ്ട്രീയ വിഷയമാക്കി മാറ്റുകയാണ് എന്ന ഒരു കാര്യം കൂടി KK രമ പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ എന്തു തന്നെയായാലും സമൂഹത്തിൽ വടകരയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വർഗീയ പരാമർശം, KK ശൈലജയ്ക്കെതിരായ അധിക്ഷേപം, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ തെരഞ്ഞെടുപ്പിലും അത് കഴിഞ്ഞ് വർഗീയ പരാമർശം സ്വീകരിച്ചിരിക്കുന്ന നിലപാട് ഈ വിഷയം പാർട്ടി തള്ളി പറയുന്നുണ്ട്. കൂടാതെ ഈ പരാമർശം നടത്തിയ ആൾ അതിൽ നിർവ്യാജം ഖേദപ്രകടനം നടത്തുന്നു എന്നിരിക്കൽ ഇങ്ങനെ ഈ തരത്തിലേക്ക് വീണ്ടും അതൊരു ചർച്ചാ വിഷയമാക്കി കൊണ്ടുവരുന്നതിനോട് വിയോജിപ്പുണ്ട് എന്നതുകൂടിയല്ലേ RMP വ്യക്തമാക്കുന്നത്? കാരണം മുൻപ് CPIഎമ്മിന്റെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ പല സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ നടത്തുമ്പോൾ അത് വർഷങ്ങൾ കഴിഞ്ഞിട്ടും തിരുത്തപ്പെടാതെ പോകുന്ന സാഹചര്യമുണ്ടെന്ന് കൂടി അവർ ചൂണ്ടിക്കാണിക്കുമ്പോൾ തീർച്ചയായും അനുജ, അതുതന്നെയാണ് KK രമയുടെ ഇന്ന് രാവിലത്തെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇത് തെറ്റു മനസ്സിലായതുകൊണ്ടാണ് KS ഹരിഹരൻ മാപ്പ് പറഞ്ഞത് അല്ലെങ്കിൽ ഖേദം പ്രകടിപ്പിച്ചത്. ആ ഒരു സാഹചര്യത്തിൽ ആ വിവാദം അവിടെ അവസാനിക്കേണ്ടതാണ് എന്ന തരത്തിലാണ് തള്ളിപ്പറയുമ്പോൾ തന്നെ KK രമ പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല വീണ്ടും ഈ വിഷയം ചർച്ചയാക്കുന്നത് ഇതിന് പിന്നിൽ കൃത്യമായ ഒരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്നും അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. സൂചിപ്പിച്ചതുപോലെ തന്നെ CPMനെ സംബന്ധിച്ചിടത്തോളം CPMന്റെ നേതാക്കൾ ഇത്തരത്തിലുള്ള പരാമർശം നടത്തിയിട്ടും മാപ്പ് പറയാത്ത എല്ലാ കാര്യങ്ങളും രമ എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ടാണ് ഇത്തരം ഒരു കാര്യം ഇന്ന് വാർത്താ സമ്മേളനത്തിൽ അല്ലെങ്കിൽ അവർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. എന്തുതന്നെയാലും RMPയെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയം സമൂഹത്തിൽ ചർച്ച ചെയ്യാൻ അവർ ഇഷ്ടപ്പെടുന്നില്ല അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നില്ല. എന്തുതന്നെയായാലും സംഘടനാ തലത്തിൽ അവർ ഈ വിഷയം ചർച്ച ചെയ്യും. കേന്ദ്ര കമ്മിറ്റി അംഗത്തിന്റെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു പരാമർശം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അവർ യോഗം ചേർന്ന് എന്താണ് ഇക്കാര്യത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്നത് ചർച്ച ചെയ്യും എന്നും സംഘടനാ തലത്തിൽ KK രമ അറിയിച്ചിട്ടുണ്ട്. അതും വരും ദിവസങ്ങളിൽ നമുക്ക് എന്തായിരിക്കും, ഏതെങ്കിലും തരത്തിലുള്ള നടപടി വരുമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യം ഉണ്ടാകുമോ എന്നതും. കാരണം വലിയ തരത്തിലുള്ള ഒരു പരാമർശം, സമൂഹത്തിൽ ഇത്തരത്തിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു പരാമർശം, ഒരു സ്ത്രീവിരുദ്ധ പരാമർശം, അതായത് സമൂഹത്തിൽ അറിയപ്പെടുന്ന 2 വ്യക്തികളെ, KK ശൈലജ ഒപ്പം തന്നെ നടി മഞ്ജു വാര്യർ, ഈ 2 പേരെയും അധിക്ഷേപിക്കുന്ന രീതിയിലാണ് ഇത്തരത്തിൽ RMP കേന്ദ്ര കമ്മിറ്റി അംഗത്തിന്റെ ഭാഗത്തുനിന്നും ഒരു പരാമർശം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഏറെ ഗൗരവമുള്ള ഒരു വിഷയമായി തന്നെയാണ് RMPയും ഇതിനെ കാണുന്നത്. അതേസമയം ഇത് ചർച്ചയാക്കാൻ അവർ ഇഷ്ടപ്പെടുന്നുമില്ല. RMPയും കോൺഗ്രസും ഉൾപ്പെടെ ഈ പ്രസ്താവന തള്ളിയിട്ടുണ്ട്. CPIഎമ്മിന്റെ നിലപാട് എന്ത് എന്നത് അല്പസമയത്തിനകം അറിയാൻ കഴിയും. ജില്ലാ സെക്രട്ടറി 5 മണിക്ക് വാർത്താസമ്മേളനം നടത്തുന്നുണ്ട്. ഇനി മലപ്പുറത്തേക്കാണ്. മലപ്പുറത്ത് മഞ്ഞപ്പിത്തം ബാധിച്ച് 2 മരണം കൂടി. ഒരാഴ്ചക്കിടെ 3 മരണമായി. രോഗവ്യാപനത്തിന്റെ സാഹചര്യത്തിൽ നാളെ ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ പോത്തുകല്ല്, ചാലിയാർ പഞ്ചായത്തുകളിൽ അടിയന്തര യോഗം ചേരും. ഷഹദ് റഹ്മാൻ വിശദാംശങ്ങളുമായി. ഷഹദ്, ആശങ്കയുടെ ഒരു സാഹചര്യമുണ്ടോ? പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും അനുജ, നിലവിൽ ആശങ്കയുടെ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. കാരണം ഒരാഴ്ചക്കിടെ 3 മരണം എന്ന് പറയുന്നത് അത് ഏറെ ആശങ്ക ജനിപ്പിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. നാളെയാണ് ആ യോഗം നടക്കുക. ചാലിയാറിലും ഒപ്പം തന്നെ ഈ രോഗം പടരുന്ന മറ്റിടങ്ങളിലുമാണ് ഇത്തരത്തിൽ
ഈ യോഗം വിളിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ന് 2 മരണമാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഒന്ന് കാളികാവ് സ്വദേശി ജിഗിൽ, മറ്റൊന്ന് പോത്തുകൽ കോടാലിപ്പോയിൽ സ്വദേശി ഇത്തിക്കൽ സക്കീർ എന്നിവരാണ് മരിച്ചത്. ഇതിൽ ഈ കാളികാവ് സ്വദേശി ജിഗിൻ 14 വയസ്സുകാരനാണ്. സക്കീർ മുതിർന്ന ഒരാളാണ്. പക്ഷേ ഈ ജിഗിന്റെ അച്ഛനും അതുപോലെ തന്നെ സഹോദരനും നിലവിൽ മഞ്ഞപ്പിത്തം ബാധിച്ച് ചികിത്സയിലാണ്. ഒരാൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും മറ്റൊരാൾ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലും ചികിത്സയിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഈ സ്ഥിതി അതീവ ഗൗരവമായി തന്നെയാണ് ജില്ലാ ഭരണകൂടം കാണുന്നത്. പ്രത്യേകിച്ച് ഇനി മഴക്കാലം ഒക്കെ വരുന്ന പശ്ചാത്തലത്തിൽ കൂടുതൽ ആളുകളിലേക്ക് ഇത് പടരാതിരിക്കാനുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശമാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം പുറപ്പെടുവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പരമാവധി എല്ലാവരും സ്വയം ചികിത്സ ഒഴിവാക്കി രോഗലക്ഷണങ്ങൾ കാണുമ്പോൾ ഉടൻ തന്നെ ജില്ലാ ആശുപത്രികളിൽ ചികിത്സ തേടണം, അല്ലെങ്കിൽ തൊട്ടടുത്ത ആരോഗ്യ കേന്ദ്രങ്ങളിൽ ചികിത്സ തേടണം എന്നൊരു നിർദ്ദേശമാണ് പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത്. ഈ 5 മാസത്തിനിടെ ഇത്തരത്തിൽ 8 മരണമാണ് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തത് എന്ന് പറയുമ്പോഴും അത് ഭീതിപ്പെടുത്തുന്ന കണക്ക് തന്നെയാണ്. 3184 പേരുടെ രോഗലക്ഷണങ്ങൾ 84 പേരിൽ രോഗലക്ഷണങ്ങൾ ഇതിനോടകം കണ്ടെത്തിയിട്ടുണ്ട്. 1032 പേരിൽ രോഗം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ നേരത്തെ തന്നെ ആരോഗ്യവകുപ്പ് ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുകയും യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇടയ്ക്കെപ്പോഴോ ഇതുമായി ബന്ധപ്പെട്ട ഈ നിയന്ത്രണങ്ങളൊക്കെ കാറ്റിൽ പറത്തുകയും അല്ലെങ്കിൽ അശ്രദ്ധ കുറവ് വളരെയധികം വരികയും കൂടുതൽ ആളുകളിലേക്ക് രോഗം പടരുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ മറ്റൊരു സംശയം ജില്ലാ ആരോഗ്യ വകുപ്പ് സംശയിക്കുന്നത് പ്രധാനമായിട്ടും കാരണം ഈ രോഗത്തിന്റെ വകഭേദം അത് മാറിയിട്ടുണ്ടോ എന്നുള്ളതാണ്. കാരണം മരണസാധ്യത കൂടുതലുണ്ട്. അതുകൊണ്ട് ഈ പരിശോധന ഫലങ്ങൾ അല്ലെങ്കിൽ ഈ സ്ലാബുകളൊക്കെ തന്നെ ഷഹദ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ വരുന്നൊരു പ്രധാനപ്പെട്ട വാർത്ത, ഡിവൈഎഫ്ഐ നിയമ നടപടിയിലേക്ക് കടന്നിരിക്കുന്നു. KS ഹരിഹരനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് DGPക്ക് പരാതി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്നലെയാണ് അങ്ങേയറ്റം സ്ത്രീവിരുദ്ധ പരാമർശം KS ഹരിഹരന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതിനെ തള്ളിക്കൊണ്ടൊക്കെയുള്ള പരാമർശങ്ങൾ ഇപ്പോൾ വിവിധ പാർട്ടി നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടായി. അതിൻ്റെ വിശദാംശങ്ങൾ അല്പസമയം മുൻപ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. അതിൻ്റെ ഏറ്റവും പുതിയ വിവരം എന്ന തരത്തിലേക്കാണ് ഡിവൈഎഫ്ഐയുടെ നടപടി കൂടി ഇപ്പോൾ വന്നിട്ടുള്ളത്. ഞങ്ങളുടെ പ്രതിനിധി ജയശങ്കറിലേക്ക് പോകുന്നു വിശദാംശങ്ങൾക്കായി. ജയശങ്കർ, നിയമ നടപടി ഉണ്ടാകുമെന്നത് ഡിവൈഎഫ്ഐ നേരത്തെ തന്നെ അറിയിച്ചതാണ്. ഇപ്പോൾ DGPക്ക് പരാതി നൽകുമ്പോൾ എന്താണ് അവരുടെ ആവശ്യം? ജയശങ്കർ, കേൾക്കാമോ? അതായത് കഴിഞ്ഞ ദിവസം ഹരിഹരൻ നടത്തിയ സ്ത്രീവിരുദ്ധ പരാമർശത്തിലാണ് നിലവിൽ പരാതി നൽകിയിരിക്കുന്നത്. DYFI ആണ് ഇതുമായി ബന്ധപ്പെട്ട DGPക്ക് പരാതി നൽകിയിരിക്കുന്നത്. ഹരിഹരൻ്റെ സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ കേസെടുക്കണമെന്നാണ് സംഘടനയുടെ ആവശ്യം. ഇതുമായി ബന്ധപ്പെട്ട DYFIയുടെ സംസ്ഥാന കമ്മിറ്റിയാണ് പരാതി നൽകിയത്. കഴിഞ്ഞ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്ന DYFI വ്യക്തമാക്കിയിരുന്നു. ഇതിൻ്റെ ഭാഗമായാണ് നിലവിൽ പരാതി. എന്തായാലും ഈ പരാതി സംസ്ഥാന പോലീസ് മേധാവിക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ പരാതിയിൽ മേൽ തുടർ നടപടികൾ എന്തായാലും സംസ്ഥാന പോലീസ് മേധാവിയുടെ ഓഫീസ് സ്വീകരിക്കും. സ്വാഭാവികമായും വടകര റൂറൽ പോലീസാണ് ഇതുമായി ബന്ധപ്പെട്ട കേസെടുക്കേണ്ടത്. എന്തായാലും ഈ പരാതി ഉടൻ വടകര റൂറൽ SPക്ക് കൈമാറി തുടർ നടപടികൾ ഉണ്ടാകും. RMP നേതാവ് KS ഹരിഹരന്റെ സ്ത്രീവിരുദ്ധ പരാമർശത്തിലാണ് ഇപ്പോൾ DGPക്ക് DYFI പരാതി നൽകിയിട്ടുള്ളത്. ഹരിഹരനെതിരെ കേസെടുക്കണം എന്നുള്ളതാണ് ആവശ്യം. തിരുവനന്തപുരം കരമന അഖിൽ വധക്കേസിൽ നേരിട്ട് പങ്കുള്ള 2 പ്രതികൾ കൂടി പിടിയിലായി. അഖിൽ എന്ന അപ്പു, വിനീത് രാജ് എന്നിവരെയാണ് ഇന്ന് അറസ്റ്റ് ചെയ്തത്. മർദ്ദനമേറ്റ് റോഡിൽ വീണ അഖിലിന്റെ ദേഹത്തേക്ക് കല്ലെടുത്തിട്ടത് വിനീത് രാജാണ്. കൊലയാളി സംഘമെത്തിയ വാഹനത്തിന്റെ ഡ്രൈവർ അനീഷ് നേരത്തെ പിടിയിലായിരുന്നു. കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കുള്ള ഒരാളെ കൂടി പിടികൂടാനുണ്ട്. ഗൂഢാലോചനയിൽ പങ്കെടുത്തവർ ഉൾപ്പെടെ അറസ്റ്റിലായവരുടെ എണ്ണം 6 ആയി. 2019 അനന്തു വധക്കേസിൽ ഉൾപ്പെട്ടവരാണ് 2 പ്രതികൾ. അനന്തു വധക്കേസിൽ മുഴുവൻ പ്രതികളുടെയും ജാമ്യം റദ്ദാക്കാൻ പോലീസ് അപേക്ഷ നൽകും. MG പ്രതീഷ് വിവരങ്ങളുമായി. പ്രതീഷ്, കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തവർ, ഒപ്പം ഗൂഢാലോചനയിൽ പങ്കാളികളായവർ, അങ്ങനെയൊക്കെയുള്ളവരുടെ അറസ്റ്റാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇനി മറ്റുള്ളവർക്കായുള്ള തെരച്ചിൽ എങ്ങനെയാണ്? അനുജ, കരമന അഖിൽ വധക്കേസിൽ നേരിട്ട് പങ്കെടുത്തത് 4 പേരാണ്. ഇതിൽ 3 പേരെ ഇതിനോടകം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരാളെ കൂടിയാണ് പോലീസിന് കണ്ടെത്താനുള്ളത്. മുഖ്യപ്രതിയായ അഖിൽ എന്ന അപ്പു, ഒപ്പം വിനീത് രാജ്, ഇവരാണ് ഇന്ന് പിടിയിലായ 2 പേർ. ഇതിൽ വാഹനം ഓടിച്ചിരുന്ന അനീഷ് എന്ന് പറയുന്ന പ്രതിയെ ഇന്നലെ തന്നെ പോലീസ് ബാലരാമപുരത്ത് നിന്ന് പിടികൂടിയിരുന്നു. അങ്ങനെയാണ് നേരിട്ട് പങ്കെടുത്ത 3 പേരെ പോലീസിന്റെ പിടിയിലായത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട പ്രധാന പ്രതികൾ ഒരാളെ കൂടി കിട്ടിയാൽ മുഴുവൻ പ്രതികളെയും പോലീസിന് ലഭിക്കും.
മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ കൃത്യമായൊരു ഗൂഢാലോചന നടന്നു എന്നതാണ് പോലീസ് പറയുന്നത്. അങ്ങനെ ഗൂഢാലോചനയിൽ പങ്കെടുത്ത 3 പ്രതികളെയും പോലീസ് പിടികൂടിയിട്ടുണ്ട്. ഹരിലാൽ, കിരൺ കൃഷ്ണ, ഈ 3 പേരാണ് നിലവിൽ ഗൂഢാലോചനയിൽ പങ്കെടുത്തിട്ടുള്ളത്. ഇതിൽ 2 പേർ 2019 അനന്തു കൊലപാതക കേസിലെ പ്രതികളുമാണ്. അതുകൊണ്ട് തന്നെ ആ കൊലപാതക കേസിൽ നിലവിൽ ജാമ്യത്തിൽ കഴിയുന്ന പ്രതികളുടെ ജാമ്യം റദ്ദാക്കാനുള്ള നടപടികളിലേക്ക് പോലീസ് പോകുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ 2019 സമാനമായ കൊലപാതകമായിരുന്നു നടന്നത്. അത്രത്തോളം ക്രൂരമായാണ് അനന്തുവിനെ പ്രതികൾ കൊലപ്പെടുത്തിയത്. അതേ തരത്തിൽ ഇപ്പോൾ അഖിലിനെയും കൊലപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ് പോലീസ് പറയുന്ന കാര്യം. അതുകൊണ്ട് തന്നെ ഈ പ്രതികളുടെ ജാമ്യം ഏറ്റവും വേഗം റദ്ദാക്കണമെന്നൊരു ആവശ്യമാണ് പോലീസ് മുന്നോട്ട് വയ്ക്കുന്നത്. മറ്റൊന്ന്, കൃത്യമായൊരു ആസൂത്രണത്തോടു കൂടിയാണ് ഈ കൊലപാതകം നടന്നത്. ഈ കൊല്ലപ്പെട്ട അഖിലിന്റെ വീടും ഒപ്പം പശ്ചാത്തലവും കൃത്യമായി പ്രതികൾ നിരീക്ഷിച്ചിരുന്നു. അതിനുശേഷമാണ് വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിയോടുകൂടി വീടിന് സമീപം എത്തുകയും അഖിലിനെ വിളിച്ചിറക്കി ക്രൂരമായി കൊലപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. ഈ മറ്റ് ഒരു പ്രതിയെ കൂടി ഇന്ന് തന്നെ കണ്ടെത്താൻ കഴിയുമെന്നതാണ് പോലീസ് നൽകുന്ന ഒരു പ്രതീക്ഷ. മാത്രമല്ല, തമിഴ്നാട് കേന്ദ്രീകരിച്ചടക്കം പരിശോധന നടത്തുന്നുമുണ്ട്. ഇതിൽ ഒരു പ്രതിയെ കണ്ടെത്തിയത് തമിഴ്നാട്ടിൽ നിന്നാണ്. മറ്റൊരു പ്രതി തിരുവനന്തപുരം നഗരത്തിൽ തന്നെ രാജാജി നഗറിൽ ഒളിവിൽ കഴിയുകയായിരുന്നു. അവിടെ നിന്നാണ് വിനീത് രാജ് എന്ന് പറഞ്ഞ പ്രതിയെയും പിടികൂടിയിട്ടുള്ളത്. എന്തായാലും മറ്റ് മുഴുവൻ പ്രതികളെയും ഇന്ന് തന്നെ പിടികൂടാൻ കഴിയുമെന്നതാണ് പോലീസ് ഏറ്റവും ഒടുവിൽ അറിയിക്കുന്ന കാര്യവും. അനുജ, കരമന അഖിൽ വധക്കേസിൽ 6 പേരുടെ അറസ്റ്റ് ഇപ്പോൾ പോലീസ് ഇതിനോടകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. വളരെ വേഗം തന്നെ ഇനി ബാക്കിയുള്ളവരെ കൂടി പിടികൂടാൻ കഴിയും. ഇന്ന് തന്നെ അതിന് സാധിക്കുമെന്നുള്ളതാണ് പോലീസിന്റെ പ്രതീക്ഷ. ഇനി നമ്മൾ പോകുന്നത് കാലാവസ്ഥാ മുന്നറിയിപ്പിലേക്ക്. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ വേനൽ മഴ. പത്തനംതിട്ട നഗരത്തിലും മലയോര മേഖലകളിലും കോഴിക്കോട് മുക്കത്തും കനത്ത മഴ പെയ്യുന്നു. സംസ്ഥാനത്തെ 10 ജില്ലകളിൽ അടുത്ത 3 മണിക്കൂറിനുള്ളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. അഖിൽ ഷാ അൻസാർ മഴ മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ട വിശദാംശം നൽകും. അഖിൽ ഷാ, നേരത്തെ 5 ജില്ലകൾ എന്നുള്ളത് ഇപ്പോൾ മാറി കൂടുതൽ ജില്ലകളിൽ വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണോ? എനിക്ക് തോന്നുന്നു മഴയില്ലാത്ത 4 ജില്ലകളുടെ പേര് പറയുന്നതായിരിക്കും എളുപ്പമെന്ന്. അനുജ, നേരത്തെ ഈ 5 ജില്ലകളാണ്, അതായത് സംസ്ഥാനത്ത് നിന്ന് 5 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരുന്നത്. തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് ഇത്തരത്തിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വിവരമനുസരിച്ച് അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിലെ 10 ജില്ലകളിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, തൃശൂർ, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ഈ 10 ജില്ലകളിൽ വരുന്ന മണിക്കൂറുകളിൽ അതിശക്തമായ മഴയ്ക്കും അതുപോലെ തന്നെ കാറ്റിനും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കുമുള്ള സാധ്യത ഈ ഘട്ടത്തിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. നമ്മൾ അറിയുന്ന പോലെ കഴിഞ്ഞ ദിവസമൊക്കെ സംസ്ഥാനത്ത് ചെറിയ തോതിൽ വേനൽ മഴ ഉണ്ടായിരുന്നു. ഇന്ന് മുതൽ അടുത്ത 5 ദിവസം ശക്തമായ മഴ പെയ്യാനാണ് സാധ്യത എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. വരും ദിവസങ്ങളിലും കേരളത്തിലെ വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടിമിന്നലും അതുപോലെ തന്നെ ശക്തമായ കാറ്റിനുമുള്ള സാധ്യത ഇതോടൊപ്പം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. 40 കിലോമീറ്റർ മണിക്കൂറിൽ വേഗതയിലുള്ള കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ടെന്നുള്ള കാര്യവും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അപകട സാഹചര്യങ്ങളിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സാഹചര്യങ്ങളിലോ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണമെന്നുള്ള നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ദുരന്ത നിവാരണ അതോറിറ്റിയും ചില ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ വേനൽ മഴ ശക്തമാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാലാവസ്ഥാ കേന്ദ്രം പ്രവചിക്കുന്നത്. അതാണ് നിലവിലിപ്പോൾ പത്തനംതിട്ടയിലും കോഴിക്കോട്ടുമൊക്കെ ശക്തമായ മഴ പെയ്യുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾ. ചില പ്രേക്ഷകർ അറിയിക്കുന്നത് പ്രകാരം ചാലക്കുടിയിലുമൊക്കെ നല്ല മഴ പെയ്യുന്നുണ്ട് എന്നതാണ്. അഭിജിത്ത് മുഴക്കുന്ന് കോഴിക്കോട്ട് വിശദാംശങ്ങളുമായി തത്സമയം. അഭിജിത്ത്, കോഴിക്കോട് ഇന്നലെയും നല്ല രീതിയിൽ തന്നെ വേനൽ മഴയുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതേപോലെ തന്നെ മുക്കത്തുൾപ്പെടെ വേനൽ മഴയുണ്ട് എന്നുള്ളതാണോ? എന്തെങ്കിലും നാശനഷ്ടത്തിന്റെ വിവരങ്ങളൊക്കെ വരുന്നുണ്ടോ? അനുജ, കോഴിക്കോടിന്റെ കിഴക്കൻ മലയോര മേഖലയിലാണ് അതിശക്തമായ മഴ പെയ്യുന്നത്. നിലവിൽ അതിനല്പം ഒരു ആശ്വാസവും വന്നിട്ടുണ്ട്. ഈ നഗരമേഖലകളിൽ അത്ര മഴയില്ല, പെയ്തില്ല എന്ന അവസ്ഥയിലാണ് കോഴിക്കോടിന്റെ നഗരമേഖലകളുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ കോഴിക്കോടിന്റെ കിഴക്കൻ മലയോര മേഖലകളിൽ മുക്കം അടക്കമുള്ള കൂടരഞ്ഞി അടക്കമുള്ള പ്രദേശങ്ങളിൽ മഴ ലഭിച്ചിരുന്നു. ഇന്നും മുക്കം, നീലേശ്വരം ഭാഗങ്ങളിലാണ് ഉച്ചയ്ക്ക് ശേഷം അതിശക്തമായ മഴ പെയ്തത്. ഇടിയോടുകൂടിയ മഴയായിരുന്നു. നിലവിൽ
അതിന് അല്പം ഒരു ശമനം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. ഈ മേഖലകളിൽ ഈ കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്ന മേഖലകളാണ്, ഈ കർഷകർ വലിയ രീതിയിലുള്ള ദുരിതം അനുഭവിക്കുന്ന പ്രദേശങ്ങളാണ് ഈ കിഴക്കൻ മലയോര പ്രദേശങ്ങളൊക്കെ തന്നെ. ദൂരെ സ്ഥലങ്ങളിൽ നിന്ന് വെള്ളം കെട്ടിക്കൊണ്ടുവരുന്ന, അത് കുടിവെള്ളത്തിനുൾപ്പെടെ ആ വെള്ളത്തെ മാത്രം ആശ്രയിക്കേണ്ട ഗതികേട് ഇവിടെയുള്ള ഈ നാട്ടുകാർക്കൊക്കെ തന്നെ ഉണ്ടായിരുന്നു. കർഷകർ വലിയ രീതിയിലുള്ള പ്രതിസന്ധി അനുഭവിച്ചിരുന്നു. വേനൽ മഴ എത്താനുള്ള ഒരു കാത്തിരിപ്പ് അവർക്കുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അത്തരത്തിലൊരു വേനൽ മഴ ലഭിക്കാത്തതിൻ്റെ പ്രശ്നം ഏതായാലും കഴിഞ്ഞ 2 ദിവസങ്ങളായി ആശ്വാസകരമായ രീതിയിൽ ഈ കിഴക്കൻ മലയോര മേഖലകളിൽ മഴ ലഭിക്കുന്നുണ്ട്. നാശനഷ്ടങ്ങൾ അനുജ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുൻപ് ചില നാശനഷ്ടങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്നത്തെ മഴയിൽ കാര്യമായ ആശ്വാസകരമായ കാര്യം തന്നെയാണ്. കാര്യമായ രീതിയിലുള്ള നാശനഷ്ടങ്ങളൊന്നുമില്ല. അത് വളരെ ആശ്വാസകരമായ ഒരു വാർത്തയും കൂടിയാണ്. ഏതായാലും കിഴക്കൻ മലയോര മേഖലയിലെ മഴ തുടരുകയാണ്. മഴയ്ക്ക് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പിലാണ് കോഴിക്കോടിന്റെ നഗരമേഖലയിലുള്ളവർ. അനുജ, കോഴിക്കോടിന്റെ മലയോര മേഖലകളിലാണ് ഇപ്പോൾ ശക്തമായ മഴ. മുക്കത്തുൾപ്പെടെ മഴയുണ്ട് എന്നുള്ളതാണ്. നഗരമേഖലയിൽ മഴ ഇതുവരെ പെയ്തിട്ടില്ല എന്ന വിവരം കൂടി അഭിജിത്ത് മുഴക്കുന്ന് നൽകുന്നു. അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, തൃശൂർ, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ നേരിയതോ മിതമായതോ ആയ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് എന്നതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. വേനൽ മഴ ശക്തമാവുകയും ചൂട് കുറയുകയും ചെയ്തതോടെ സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗം ഗണ്യമായി കുറഞ്ഞു. തുടർച്ചയായ 2ാം ദിവസവും വൈദ്യുതി ഉപഭോഗം 100 ദശലക്ഷം യൂണിറ്റിന് താഴെയെത്തി. പീക്ക് സമയത്തെ വൈദ്യുതി ആവശ്യകതയും കുറഞ്ഞിട്ടുണ്ട്. VA ഗിരീഷ് വിശദാംശങ്ങളുമായി. ഗിരീഷ്, കഴിഞ്ഞ 2-3 ദിവസത്തെ സ്ഥിതി ഇത് തന്നെയാണ്. വൈദ്യുതി ഉപഭോഗത്തിൽ കാര്യമായ കുറവുണ്ടാകുന്നു. അത് വേനൽ മഴ സജീവമായതുകൊണ്ടാണ് താനും. അപ്പോൾ ആ തരത്തിലേക്ക് വൈദ്യുതി ബോർഡിന്റെ ഒരു ആശങ്കയ്ക്ക് കൂടി വിരാമമാകുന്നു എന്ന് പറയാറായോ? അനുജ, വൈദ്യുതി ബോർഡിന്റെ ആശങ്കകൾക്കും അതോടൊപ്പം തന്നെ പ്രതിസന്ധികൾക്കും ഒരു ആശ്വാസമാവുകയാണ് സംസ്ഥാനത്ത് കഴിഞ്ഞ 2-3 ദിവസമായി ലഭിക്കുന്ന വേനൽ മഴ. വേനൽ മഴ ലഭിച്ചു തുടങ്ങിയതോടെ ചൂട് കുറയുന്നു. സ്വാഭാവികമായും വൈദ്യുതിയുടെ ഉപയോഗത്തിൽ വലിയ തരത്തിലുള്ള കുറവുണ്ടാകുന്നു. കാരണം നേരത്തെ 110 ദശലക്ഷം യൂണിറ്റ് ഒരു ദിവസം പ്രതിദിന ഉപയോഗം ശരാശരിയായിരുന്നുവെങ്കിൽ അത് 100 ദശലക്ഷം യൂണിറ്റ് താഴേക്കെത്തുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. കഴിഞ്ഞ 2 ദിവസമായി സംസ്ഥാനത്തെ ഉപയോഗം പരിശോധിക്കുകയാണെങ്കിൽ 100 ദശലക്ഷം യൂണിറ്റിന് താഴെയാണ്. വെള്ളിയാഴ്ച 98 ദശലക്ഷം യൂണിറ്റ് ആയിരുന്നുവെങ്കിൽ ഇന്നലെ അത് വീണ്ടും കുറയുന്നു, 95 ദശലക്ഷം യൂണിറ്റിലേക്ക് എത്തുന്നു. വൈകുന്നേരത്തെ വൈദ്യുതി ആവശ്യകത, ഈ പീക്ക് സമയത്തെ വൈദ്യുതി ആവശ്യകത, ഇതായിരുന്നു ബോർഡിനെ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുകയും അസ്വസ്ഥപ്പെടുത്തുകയും ചെയ്ത ഒരു കാര്യം. ഈ സമയത്തെ വൈദ്യുതി ആവശ്യകതയും കുറയുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കണക്കുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഇത് 4584 മെഗാവാട്ടിലേക്ക് കഴിഞ്ഞ ദിവസത്തെ വൈദ്യുതി ആവശ്യകത എത്തിച്ചേർന്നിരിക്കുന്നു. മുൻ ദിവസങ്ങളിലൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ 5600 മെഗാവാട്ടൊക്കെ ആയിരുന്നു പീക്ക് സമയത്തെ വൈദ്യുതി ആവശ്യകത. ഈ ഉപയോഗം ഇത്തരത്തിൽ നിയന്ത്രണ വിധേയമാവുകയാണെങ്കിൽ സ്വാഭാവികമായും ഏർപ്പെടുത്തിയിരിക്കുന്ന പ്രാദേശിക നിയന്ത്രണങ്ങൾ എടുത്തു മാറ്റാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് ബോർഡ് ഇപ്പോൾ വിലയിരുത്തുന്നത്. അടുത്ത തവണ ചേരുന്ന അവലോകന യോഗം ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കും. ഏതായാലും സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധിക്ക് ഇപ്പോൾ ഒരു താൽക്കാലിക ആശ്വാസമായിരിക്കുന്നു. അനുജ, അത്തരത്തിലേക്ക് വേനൽ മഴ സജീവമാകുന്നതോടെ വൈദ്യുതി ഉപഭോഗം കുറയുന്നു. തൽക്കാലത്തേക്കൊരു വിരാമമാവുകയാണ് വൈദ്യുതി ബോർഡിന്റെ ആശങ്കയ്ക്ക് എന്നതാണ് VA ഗിരീഷ് നൽകിയ വിവരം. അതിനിടെ തൃശ്ശൂരിൽ നിന്ന് വരുന്ന വിവരം, കനത്ത മഴയിൽ തൃശ്ശൂർ മുള്ളൂർക്കരയിൽ വ്യാപക കൃഷിനാശമുണ്ടായിരിക്കുന്നു എന്നതാണ്. നരിപ്പറ്റ ബാബുവിന്റെ 180ഓളം വാഴകൾ കാറ്റിൽ നിലംപൊത്തി. ഓണവിപണി ലക്ഷ്യമിട്ട് കൃഷിയിറക്കിയ ചങ്ങാലിക്കോടൻ വാഴകളാണ് കാറ്റിൽ ഒടിഞ്ഞു വീണത്. ഓണവിപണിയായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. നല്ല രീതിയിൽ നല്ല ഈ ചങ്ങാലിക്കോടൻ വാഴയാണ്. 150ഓളം വാഴണ്ടതിൽ അതെല്ലാം നശിച്ചു പോയി. ഇനിയിപ്പോൾ ഓണവിപണി കൊടുക്കാനും ഇല്ല, എനിക്ക് പോലും ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. നല്ല രീതിയിലാണ് എല്ലാം വളർത്തി ഉണ്ടാക്കിയത്, കണ്ടാലും അറിയാലോ. സൂരജ് സജി വിവരങ്ങളുമായി. സൂരജ്, ഇന്നുണ്ടായ കാറ്റിലാണോ ഈ നാശനഷ്ടം ഉണ്ടായിട്ടുള്ളത്? വിവരങ്ങൾ എന്താണ്? അനുജ, ഇന്ന് പുലർച്ചെ ഉണ്ടായ മഴയിലും കാറ്റിലുമാണ് ഇത്തരത്തിൽ ഈ വാഴകൃഷി നശിച്ചിരിക്കുന്നത്. ഈ ഓണവിപണി ലക്ഷ്യമിട്ട് കൃഷി ഇറക്കിയതായിരുന്നു. ആ വാഴകളാണ് ഇത്തരത്തിൽ ഈ കനത്ത മഴയിലും അതുപോലെ തന്നെ കാറ്റിലും നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതി അടക്കം നൽകിയിട്ടുണ്ട് നഷ്ടപരിഹാരം ലഭിക്കുന്നതിന് വേണ്ടി. എന്തായാലും തൃശ്ശൂർ ജില്ലയുടെ വിവിധ മേഖലകളിൽ ഇന്ന് രാവിലെ എല്ലാം തന്നെ, അത് പകൽ സമയത്തും ഇപ്പോൾ ഈ കനത്ത മഴയാണ് തൃശ്ശൂരിന്റെ വിവിധ മേഖലകളിൽ തുടരുന്നു. അത്തരത്തിൽ പുലർച്ചെ ഉണ്ടായ മഴയിലാണ് ഈ ചേലക്കരയിൽ ഇത്തരത്തിൽ സംഭവം ഉണ്ടായത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഓണവിപണി ലക്ഷ്യമിട്ട് കൃഷി ഇറക്കിയതായിരുന്നു. ആ വാഴകളാണ് ഇപ്പോൾ നശിച്ചിരിക്കുന്നത്. തൃശ്ശൂരിൽ വ്യാപക നാശനഷ്ടം ഇന്ന് രാവിലെ ഉണ്ടായ കാറ്റിലും മഴയിലുമാണ് 180ഓളം വാഴകൾ നശിച്ചത്. ഓണവിപണി ലക്ഷ്യമിട്ട് നടത്തിയ കൃഷി, അതിനാണിപ്പോൾ
നഷ്ടമുണ്ടായിട്ടുള്ളത്. കർഷകന്റെ ദുഃഖം അതാണ് സൂരജ് സജി പങ്കുവച്ചത്. നിലവിൽ പലയിടങ്ങളിലും മഴയുണ്ട്. ചില ഭാഗങ്ങളിലൊക്കെ മുക്കത്തൊക്കെ മഴ മാറിയിട്ടുണ്ട് എന്ന് പ്രേക്ഷകർ നമ്മളെ അറിയിക്കുന്നുണ്ട്. ഇടുക്കിയിൽ മഴ പെയ്യുന്നുണ്ട് എന്നത്, തൃശ്ശൂരിൽ മഴ തുടരുകയാണ് ഈ ഘട്ടത്തിൽ എന്നത് സൂരജ് സജിയും നേരത്തെ വിവരം നൽകിയിരുന്നു. ഇനി ഇന്ന് സംഭവിച്ച മറ്റൊരു വാർത്തയിലേക്ക്. ചിന്നക്കനാൽ ഭൂമി ഇടപാട് കേസിൽ മാത്യു കുഴൽനാടൻ MLA-ക്കെതിരെ CPIM ഇടുക്കി ജില്ലാ നേതൃത്വം കയ്യേറിയ ഭൂമി മാത്യു കുഴൽനാടൻ സർക്കാരിന് വിട്ടു നൽകിയില്ലെങ്കിൽ ബഹുജന പ്രക്ഷോഭം നടത്തുമെന്ന് ജില്ലാ സെക്രട്ടറി CV വർഗീസ് 24-നോട് പറഞ്ഞു. റിസോർട്ട് ലൈസൻസിനായി മാത്യു കുഴൽനാടൻ ചിന്നക്കനാൽ പഞ്ചായത്ത് സെക്രട്ടറിയെ സ്വാധീനിച്ചുവെന്നും CPIM ആരോപിച്ചു. അപ്പൊ ഈ 55 സെന്റ് സ്ഥലം അനധികൃതമാണെന്നും സർക്കാരിന്റെ ഭൂമിയാണെന്നും ആർക്കറിയാം? മാത്യു കുഴൽനാടൻ അറിയാം. അപ്പൊ അത് തന്നെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹം ഈ ഭൂമി വാങ്ങിയിട്ടുള്ളത്. അത് സർക്കാരിന്റെ ഭൂമിയാണ്. ആ ഭൂമി വിട്ടുകൊടുക്കാനുള്ള നിലപാട് മാന്യതയാണ് മാത്യു കുഴൽനാടൻ കാണിക്കേണ്ടത്. മാത്രമല്ല, ഇദ്ദേഹത്തിന്റെ പേരിലേക്ക് ഇത് സാധാരണ ഒരു വീടായിരുന്നു. ആ റിസോർട്ടായിക്ക് മാറ്റിയെടുക്കാൻ എന്താ നിലപാട് സ്വീകരിച്ചത്? ലക്ഷങ്ങൾ കൊടുത്ത് ഒരു പഞ്ചായത്ത് മെമ്പറെ കൂറുമാറ്റിച്ച് കോൺഗ്രസ് പഞ്ചായത്ത് ഭരണ സംവിധാനം ഉണ്ടാക്കി, പഞ്ചായത്ത് സെക്രട്ടറിയെ സ്വാധീനിച്ച്, പഞ്ചായത്ത് ഭരണ സംവിധാനത്തെ സ്വാധീനിച്ച് അത് അദ്ദേഹത്തിന്റെ പേരിലാക്കി മാറ്റി റിസോർട്ട് എന്ന ലൈസൻസ് സമ്പാദിച്ചു. രാഹുൽ വിജയൻ വിശദാംശങ്ങളുമായി. രാഹുൽ, ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഈ വിഷയം വീണ്ടും CPIM ഏറ്റെടുക്കുകയാണോ? ചിന്നക്കനാൽ ഭൂമി ഇടപാട് കേസിൽ വിജിലൻസ് FIR രജിസ്റ്റർ ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് CPM മാത്യു കുഴൽനാടനെതിരെ വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നത്. കയ്യേറ്റ ഭൂമിയാണെന്ന് കണ്ടെത്തിയ 50 സെന്റ് സ്ഥലം സർക്കാരിനെ തിരിച്ചേൽപ്പിക്കുക, അല്ല എങ്കിൽ CPM വലിയ തരത്തിൽ ജനകീയ പ്രക്ഷോഭം നടത്തുമെന്നും അത് സർക്കാരിനെ കൊണ്ട് ഏറ്റെടുപ്പിച്ച് സാധാരണക്കാരായ വീടും സ്ഥലവും ഇല്ലാത്ത ആളുകൾക്ക് കൈമാറാനുള്ള നടപടി സ്വീകരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഗുരുതര ആരോപണം ഒരിക്കൽ കൂടി അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്തു. അതായത് ചിന്നക്കനാൽ പഞ്ചായത്ത് ഭരണം അട്ടിമറിച്ചുകൊണ്ടാണ് ഈ റിസോർട്ട് കൈപ്പെടുത്താൻ അല്ലെങ്കിൽ കൈക്കലാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയതെന്നടക്കമുള്ള ഗുരുതര ആരോപണങ്ങളും CV വർഗീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിന്റെ തുടർ ചലനങ്ങളും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അനുജ, മാത്യു കുഴൽനാടൻ MLA-ക്കെതിരെയാണ് CPIM ഇടുക്കി ജില്ലാ നേതൃത്വം രംഗത്തെത്തിയിരിക്കുന്നത്. ചിന്നക്കനാൽ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടാണ്. കയ്യേറിയ ഭൂമി തിരികെ നൽകിയില്ല സർക്കാരിനെന്നുണ്ടെങ്കിൽ ബഹുജന പ്രക്ഷോഭത്തിലേക്ക് കടക്കുമെന്നുള്ളതാണ് മുന്നറിയിപ്പ്. പശ്ചിമ ബംഗാളിലെ സന്ദേശ് ഖലിയിൽ വീണ്ടും സംഘർഷം. തൃണമൂൽ കോൺഗ്രസ് BJP പ്രവർത്തകരാണ് ഏറ്റുമുട്ടിയത്. അച്യുതൻ വിവരങ്ങളുമായി. അച്യുതൻ, നിലവിലെ ഈ സംഘർഷത്തിന്റെ ഏത് സാഹചര്യത്തിലാണ് സംഘർഷമുണ്ടായത്? അനുജ, ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിലാണ് ഇത്തരമൊരു സംഘർഷം ഉണ്ടായത് എന്നുള്ളതാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. തൃണമൂൽ പ്രവർത്തകരും BJPയുടെ പ്രവർത്തകരും പരസ്പരം ഏറ്റുമുട്ടുകയാണ് ഉണ്ടായത്. പല ആളുകൾക്കും, സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പല ആളുകൾക്കും ക്രൂരമായി മർദ്ദനമേറ്റൊരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. നിലവിൽ പോലീസ് സംഘം എത്തി സ്ഥിതി ശാന്തമാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചതായി കൂടിയുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. എന്തായാലും വീണ്ടും ഒരു സംഘർഷ ഭൂമിയായി സന്ദേശ് ഖാലി മാറുകയാണ്. നിരവധി ആളുകൾക്ക് പരിക്കേറ്റതായുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. വലിയൊരു സംഘർഷമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അനുജ, പശ്ചിമബംഗാളിലെ സന്ദേശ് ഖലിയിൽ വീണ്ടും സംഘർഷം. തൃണമൂൽ BJP പ്രവർത്തകർ ഏറ്റുമുട്ടി. തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനത്തിനിടെയുള്ള സംഘർഷം എന്ന തരത്തിലേക്കാണ് ഇപ്പോൾ വിവരം ലഭിച്ചതെന്നാണ് അച്യുതൻ റിപ്പോർട്ട് ചെയ്യുന്നത്. എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാന സർവീസുകൾ ഇന്നും മുടങ്ങി. കേരളത്തിൽ നിന്നുള്ള 5 രാജ്യാന്തര സർവീസുകളാണ് ഇന്ന് റദ്ദാക്കിയത്. സർവീസ് ക്രമീകരണ ആപ്ലിക്കേഷനിലെ സാങ്കേതിക പ്രശ്നമാണ് കാരണമെന്ന് വിമാന കമ്പനി അധികൃതർ വിശദീകരിച്ചു. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി. അശ്വിൻ, സമരം അവസാനിപ്പിച്ചിട്ട് ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടും ഈ തരത്തിലേക്ക് സർവീസ് വീണ്ടും മുടങ്ങുകയാണ്. ഇന്നലെയും ഉണ്ടായിരുന്നു ഇതേ പ്രശ്നം. ഇപ്പോൾ ഇതും എന്തുകൊണ്ടാണ് എന്നതാണ്. ഇത് സാങ്കേതിക തകരാറാണോ അതോ ജീവനക്കാർ ഇനിയും ജോലിയിൽ പ്രവേശിക്കാത്തതിന്റെ പ്രശ്നമുണ്ടോ? അവർക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകണമെന്നൊക്കെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നല്ലോ. അനുജ, കേരളത്തിലാകെ ഇന്ന് 5 അന്താരാഷ്ട്ര വിമാന സർവീസുകളാണ് മുടങ്ങിയിരിക്കുന്നത്. അത് വിവിധ 3 വിമാനത്താവളങ്ങളിൽ നിന്നായാണ്. പ്രധാനമായും ഇന്നലെ 6 വിമാന സർവീസുകൾ ഇത്തരത്തിൽ മുടങ്ങുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ന് തുടർച്ചയായി 4ാം ദിവസവും ഇങ്ങനെ വിമാന സർവീസുകൾ മുടങ്ങുന്നത്. സമരം ഒത്തുതീർപ്പാക്കിയതിനു ശേഷം ഇതിന് കാരണമായി എയർ ഇന്ത്യ അധികൃതർ വ്യക്തമാക്കുന്നത് ഈ തിരിച്ചെടുത്ത ജീവനക്കാരെ, അതായത് സമരം ഒത്തുതീർപ്പാക്കിയതിൻ്റെ ഭാഗമായി പിരിച്ചുവിട്ട ജീവനക്കാരെ തിരിച്ചെടുക്കുമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ തിരിച്ചെടുത്ത ജീവനക്കാരെ ജോലിയിൽ പ്രവേശിപ്പിക്കുന്നതിന് മുമ്പുള്ള ചില നടപടിക്രമങ്ങളുണ്ട്. അത് ഫിറ്റ്നസ് അടക്കം നൽകുന്ന നടപടിക്രമങ്ങളാണ്. അതിലുണ്ടാകുന്ന കാലതാമസമാണ് വീണ്ടും ഇവർക്ക് ജോലിയിൽ പ്രവേശിക്കാനുള്ള ഒരു തടസ്സം എന്നുള്ളതാണ് അധികൃതർ വ്യക്തമാക്കുന്നത്.
നീങ്ങാൻ ഒരുപക്ഷെ 1-2 ദിവസം കൂടി എടുക്കും എന്നുള്ളൊരു സംശയം കൂടി പ്രകടിപ്പിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നാളെയും മറ്റന്നാളും കൂടി ഇങ്ങനെ എയർ ഇന്ത്യയുടെ വിമാന സർവീസുകൾ മുടങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും. എന്തായാലും ഇന്നത്തെ റദ്ദാക്കിയ ഫ്ലൈറ്റുകളുടെ വിവരം ഇന്നലെ തന്നെ ഇത് മുൻകൂട്ടി ബുക്ക് ചെയ്ത യാത്രക്കാരെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. എന്തായാലും നാളെ അടക്കമുള്ള സർവീസുകൾ റദ്ദാക്കുമോ എന്നുള്ള കാര്യം ഇന്ന് രാത്രിയോടുകൂടി അറിയാം. നിലവിൽ എന്തായാലും പ്രതിസന്ധി തീരാതെ തുടരുകയാണ്. അനുജ, ഇന്നും എയർ ഇന്ത്യ സർവീസുകൾ മുടങ്ങുന്നു, 5 രാജ്യാന്തര സർവീസുകൾ മുടങ്ങുന്നു. ഇത് സാങ്കേതിക പ്രശ്നം മൂലം എന്നുള്ളതാണ് എയർ ഇന്ത്യയുടെ വിശദീകരണം. നാളത്തെ എന്താണ് അവസ്ഥ എന്നുള്ളത് ഇന്ന് രാത്രി അറിയാൻ കഴിയുമെന്നാണ് അശ്വിൻ പാലാഴി റിപ്പോർട്ട് ചെയ്തത്. കോഴിക്കോട് കോടഞ്ചേരി ഹോളി ക്രോസ് ആശുപത്രിയിലെ ഡോക്ടർക്ക് നേരെ കയ്യേറ്റ ശ്രമം. ഡോക്ടർ സുസ്മിത്തിനെയാണ് ചികിത്സയ്ക്കെത്തിയ കോടഞ്ചേരി സ്വദേശി രഞ്ജു കല്ലുകൊണ്ട് തലക്കടിക്കാൻ ശ്രമിച്ചത്. അസഭ്യവർഷവും നടത്തി. മൊബൈലോളൂ പിന്നെ പോലീസ് എന്റെ കൂടെ ഉണ്ട്. ഇവിടുത്തെ മൊബൈൽ അടിക്കാനാണ് ഡോക്ടർ മൊബൈൽ പിടിക്കോ, ഡോക്ടർ മൊബൈൽ പിടിക്കോ. ഇന്നലെ ഞാൻ എൻ്റെ ഡ്യൂട്ടിക്ക് ചെല്ലുമ്പോൾ അവിടെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ലേഡി ഡോക്ടറിൻ്റെ എതിരെ മദ്യപിച്ച് ബൈക്കിൽ നിന്ന് വീണ് വന്നൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. അവർ നമ്മൾ എന്തൊക്കെയോ ഭയങ്കരമായിട്ടുള്ള വെർബൽ അബ്യൂസൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു, തെറി പറഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു. അതിനുശേഷം അയാൾ എൻ്റെ അടുത്തേക്ക് വന്നു. എൻ്റെ അടുത്ത് ഞാൻ ആ പേഷ്യൻറ്റിനെ കണ്ടിട്ടില്ല, കൺസൾട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അയാൾക്ക് ചികിത്സ മതിയായില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ട്രീറ്റ് ചെയ്താൽ മതിയോ, ഞാൻ ട്രീറ്റ് ചെയ്യാം, നിങ്ങളൊന്ന് സമാധാനപ്പെടുക എന്നൊക്കെ ഞാൻ പറഞ്ഞതായിരുന്നു. അതിനുശേഷവും അയാൾ ഭയങ്കരമായിട്ട് OP-ന്ന് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ലേഡി ഡോക്ടറാണെങ്കിലും എന്നെയാണെങ്കിലും ഭയങ്കരമായിട്ടുള്ള രീതിയിലുള്ള തെറിവിളിയും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇയാൾ ഇങ്ങനെ തെറി വിളിക്കുമ്പോൾ ഞാൻ വീഡിയോ എടുത്തത് അയാളെ കൂടുതൽ പ്രകോപിതനാക്കി. അയാൾ എന്നെ 3-4 വട്ടം ഉന്തി തള്ളി മാറ്റി, എൻ്റെ ഫോൺ എടുത്ത് താഴേക്ക് എറിഞ്ഞു. എൻ്റെ കോളറിന് പിടിച്ചപ്പോൾ ഞാൻ സ്വയരക്ഷാർത്ഥം പ്രതികരിക്കേണ്ടി വന്നു. അതാണ് ആ വീഡിയോയിൽ കാണുന്നത്. അതിനുശേഷം ഞാൻ പോലീസിൽ കൊണ്ടുപോയി പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്. അഭിജിത്ത് മുഴക്കുന്ന വിശദാംശങ്ങളുമായി. അഭിജിത്ത്, ഈ രോഗി ഇത്രത്തോളം പ്രകോപിതനായ കാരണം എന്താണ് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അനുജ, ഈ ചികിത്സ തേടി കോടഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിയ യുവാവ് മദ്യലഹരിയിലായിരുന്നു എന്നുള്ളതാണ് പ്രാഥമികമായി ലഭിക്കുന്ന സൂചന. ഈ സംഭവം നടക്കുന്നത് ഇന്നലെ രാത്രി 12 മണിയോടടുപ്പിച്ചാണ്. വാഹനാപകടത്തിൽ പരിക്കേറ്റതിന് ശേഷം അതിൻ്റെ ചികിത്സ തേടിയാണ് ഈ ആശുപത്രിയിലേക്ക് യുവാവ് എത്തിയത്. ആദ്യഘട്ടത്തിൽ അയാൾക്ക് അതിനുള്ള പ്രാഥമിക ചികിത്സ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു വനിതാ ഡോക്ടർ നൽകിയിരുന്നു. അതിനുശേഷം അയാളെ മടക്കി അയക്കുകയും ചെയ്തു. പക്ഷേ തനിക്ക് ലഭിച്ച ചികിത്സ മതിയായില്ല എന്ന കാരണം പറഞ്ഞാണ് ഈ ആശുപത്രിയിലേക്ക് തിരിച്ചെത്തിയ യുവാവ് ഈ വനിതാ ഡോക്ടറെ ചില അസഭ്യവാക്കുകളൊക്കെ ഉപയോഗിച്ച് അത്തരത്തിലൊരു പെരുമാറ്റം ഇയാളുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇത് മൊബൈൽ ക്യാമറയിൽ പകർത്തുകയായിരുന്നു അവിടെ തന്നെ ഉണ്ടായിരുന്ന മറ്റൊരു ഡോക്ടറായ സുസ്മിത്. പക്ഷേ ഈ മൊബൈൽ ക്യാമറ ഉപയോഗിച്ച് ഈ ദൃശ്യങ്ങൾ പകർത്തിയതാണ് ഈ യുവാവിനെ കൂടുതൽ പ്രകോപിതനാക്കിയത്. ഈ യുവാവ് ഈ ഡോക്ടർ സുസ്മിതിന് നേരെയും അസഭ്യവാക്കുകൾ ഉപയോഗിക്കാൻ തുടങ്ങി. ഈ ഡോക്ടറുടെ മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങി വലിച്ചെറിയുന്ന ഒരു സാഹചര്യമുണ്ടായി. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ചികിത്സ തരാമെന്നുള്ളൊരു കാര്യം ഈ ഡോക്ടർ സുസ്മിത് പറഞ്ഞിരുന്നു. പക്ഷേ അയാൾ അതൊന്നും ചെവിക്കൊള്ളാതെ ആക്രമിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് അല്ലെങ്കിൽ അത്തരം ഒരു സാഹചര്യത്തിലേക്കാണ് മാറിയത്. ഏതായാലും ഈ ഡോക്ടർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അദ്ദേഹം ചികിത്സ തേടി. ഒപ്പം തന്നെ കോടഞ്ചേരി പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട്. കോടഞ്ചേരിയിലാണ് ഡോക്ടർക്ക് നേരെ രോഗിയുടെ കയ്യേറ്റ ശ്രമം. ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റിൽ അവകാശവാദം ഉന്നയിച്ച കേരള കോൺഗ്രസ് എം. LDF-ന് ജയിക്കാൻ കഴിയുന്ന 2 സീറ്റുകളിൽ 1 കേരള കോൺഗ്രസിന് അർഹതപ്പെട്ടതാണെന്ന് സ്റ്റീഫൻ ജോർജ് 24-നോട് പറഞ്ഞു. കേരള കോൺഗ്രസിൻ്റെ ചെയർമാൻ ജോസ് കെ മാണി നിലവിൽ പോയിട്ടുള്ള സീറ്റാണ് രാജ്യസഭാ സീറ്റ്. രാജ്യസഭാ സീറ്റ് നേരത്തെ മുതലേ കേരള കോൺഗ്രസിൽ നിലനിൽക്കുന്ന സീറ്റാണ്. തീർച്ചയായിട്ടും നമുക്ക് അവകാശപ്പെട്ട സീറ്റാണ്. ആ കാര്യങ്ങളൊക്കെ ആ ധാരണയിലാണ് മുന്നോട്ട് പോകുന്നത്. അല്ല, CPIക്ക് പ്രാതിനിധ്യം ഉണ്ടല്ലോ. CPIക്ക് ഓൾറെഡി കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തപ്പോൾ അങ്ങനെയാണല്ലോ, ഒന്ന് CPM ഒന്ന് CPI അങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. കഴിഞ്ഞ 2 രാജ്യസഭാ അംഗത്വം കിട്ടി LDF-ന് കിട്ടിയപ്പോൾ ഒന്നത് CPM ഒന്ന് CPI-യുമാണ് അത് എടുത്തിട്ടുള്ളത്. ആ നിലയിൽ കേരള കോൺഗ്രസ് അർഹതപ്പെട്ട, നമുക്കാകെ ഈ ഒരു രാജ്യസഭാ സീറ്റ് മാത്രമേ ഉള്ളൂ. അർഹതപ്പെട്ട സീറ്റ് കേരള കോൺഗ്രസ് അർഹതപ്പെട്ടതാണ്. നാളെ ചേരുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി വിഷയം ചർച്ച ചെയ്യും. ടോബി ജോൺസൺ വിശദാംശങ്ങളുമായി. ടോബി, ആകെ 3 സീറ്റുകളിൽ ഒഴിവ് വരുമ്പോൾ അതിൽ 2 LDF-ന് വിജയസാധ്യതയുള്ളത്. അതിലൊന്ന് CPI ഒരു പക്ഷേ അവകാശവാദം ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. അതിനു മുൻപ് തന്നെ ഈ വിഷയം ചർച്ചയാക്കിക്കൊണ്ട് തങ്ങൾക്ക് അവകാശപ്പെട്ടത് എന്ന് പറയാനാണോ ഇപ്പോൾ കേരള കോൺഗ്രസ് എം ശ്രമിക്കുന്നത്? നാളത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ഈ വിഷയവും ചർച്ചയാകുമോ?
തീർച്ചയായിട്ടും അനുജ, പ്രധാനമായിട്ടും ബിനോയ് വിശ്വമാണ് ഒന്ന് ഒഴിയുന്നത്, MP സ്ഥാനത്ത് നിന്ന് മാറുന്നത്. അതുപോലെ തന്നെ ജോസ് കെ മാണി, പിന്നെ എളവനം കരീമാണ്. ആ 2 സീറ്റുകളിലാണ്, 3 സീറ്റുകൾ വേക്കൻസി വരുന്നുണ്ടെങ്കിലും 2 സീറ്റുകളിലാണ് LDFന് നിലവിലെ സാഹചര്യത്തിൽ സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ അതിൽ ഒരു സീറ്റ് CPM എന്തായാലും മത്സരിക്കുമെന്ന് ആണ് നമുക്കിപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു സീറ്റാണ് ബാക്കിയുള്ളത്. ആ സീറ്റ് ആർക്ക് നൽകും? ജോസ് കെ മാണി പറയുന്നത്, ജോസ് കെ മാണിയുടെ വിഭാഗം അല്ലെങ്കിൽ കേരള കോൺഗ്രസ് പറയുന്നത് അവർ LDFിലേക്ക് വന്നപ്പോൾ കൊണ്ടുവന്ന സീറ്റാണ്. അതുകൊണ്ട് തന്നെ ആ സീറ്റ് അവകാശപ്പെട്ടതാണ്. നമുക്കറിയാവുന്നതുപോലെ UDFിൽ നിന്ന് LDFിലേക്ക് വന്നപ്പോൾ UDFിൽ ഉണ്ടായിരുന്ന MP സ്ഥാനം രാജിവെച്ചതിന് ശേഷമാണ് ജോസ് കെ മാണി LDFിലേക്ക് വരുന്നതും ആ ഒരു രാജ്യസഭാ സീറ്റിൽ അദ്ദേഹം പിന്നീട് വിജയിക്കുന്നതും. അതുകൊണ്ട് തന്നെ അത് അവകാശപ്പെട്ടതാണെന്നുള്ളൊരു അവകാശവാദമാണ് കേരള കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ ബിനോയ് വിശ്വവും അതുപോലെ തന്നെ CPIM അടക്കമുള്ളവർ ബിനോയ് വിശ്വത്തിന് വേണ്ടി വാദിക്കുന്ന അവർ പറയുന്നത് LDF അധികാരത്തിൽ വരുമ്പോഴെല്ലാം 2 സീറ്റ് തങ്ങൾക്കുണ്ടായിരുന്നതാണ്, അതുകൊണ്ട് അത് വേണമെന്നുള്ളൊരു അവകാശവാദം CPIയുടെ ഭാഗത്തു നിന്ന് വരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു വലിയൊരു തർക്കത്തിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട് എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നാളെ ഈ വിഷയം സജീവമായി കേരള കോൺഗ്രസിന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി ചർച്ച ചെയ്യും. അടുത്ത മാസമാണ് രാജ്യസഭാ സീറ്റിൽ ഒഴിവ് വരുന്നത്. അതിലൊരു സീറ്റ് തങ്ങൾക്ക് അവകാശപ്പെട്ടത് എന്നതാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് എമ്മിന്റെ വാദം. ഇന്ന് സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുടെ വിശദാംശങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്.